ഇന്ന് സ്റ്റീഫൻ ചേട്ടൻ ഹെയർ കട്ട് ചെയ്യാനായിട്ട് മുടി വെട്ടാനായിട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആളുടെ മുടിയിലിപ്പോൾ എത്ര ദിവസത്തിന് മുന്നെയാണ് നമ്മൾ ഡൈ ചെയ്തത് എന്ന് നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. എത്ര ദിവസമായി ഡൈ ചെയ്തിട്ട്? 37 ദിവസമായി. പക്ഷെ ആളുടെ മുടി ഒന്ന് കാണിച്ചു തരാം, ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെയർ കളർ മാജിക് ഷാമ്പൂവിൻ്റെ പ്രത്യേകത. ഇതൊരു മാജിക്കൊന്നുമല്ല. ഹായ്, ഹലോ, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്തുനിന്ന് ഹെയർ കളർ മാജിക് ഷാമ്പൂ എന്ന് പറയുന്ന ഹെയർ ഡൈ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. അവർക്ക് മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഹെയർ കളേഴ്സ് അല്ലെങ്കിൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ കളർ മാജിക് ഷാമ്പൂ. ഇതൊരു ഷാമ്പൂ മോഡൽ അല്ല, ഒരു ക്രീം പോലെയാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഷാമ്പൂ ഇടണോ എന്നൊക്കെയുള്ള ഡൗട്ട്സുകൾ ആൾക്കാർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ എണ്ണമയം ഇല്ലാത്ത മുടിയിലാണ് നമ്മൾ എന്ത് കളറിലെ ഹെയർ കളർ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിച്ചാലും അത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലേഡീസ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി മുടിയുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് പല സാഷകളാണ്, 5 സാഷകളാണ് വരുന്നത്. ഒരു സാഷയാണ് നമ്മൾ ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ലേഡീസിനൊക്കെ ചിലർ പറയും ഒരു സാഷ പോരല്ലോ എന്നുള്ള കാര്യം, അവർക്ക് മുടി നന്നായിട്ടുള്ളവരുടെ കേസാണ് കേട്ടോ. അപ്പൊ അവര് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഒരിക്കലും തലേദിവസം ചെയ്യാതെ അന്ന് തന്നെ ഇത് ഉപയോഗിക്കുന്ന സെയിം ഡേ തന്നെ ചെയ്യാം. എന്നിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയൊരു നനവോട് കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സാഷയെ പൊട്ടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലോങ് ഹെയറിലും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പൊ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റെയിൻസ് വരുന്നു എന്നുള്ളത്, ഇവിടെയൊക്കെ കളർ പിടിക്കുന്നു എന്നുള്ളത്. അത് ഏത് ഹെയർ കളർ ഉപയോഗിച്ചാലും അതേ രീതിയിലുള്ള കാര്യങ്ങൾ വരാനായിട്ടൊരു സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വാസ്ലിൻ പോലുള്ളവ ഈ ഹെയർ ലൈനിൽ അപ്ലൈ ചെയ്യാം, ഈ രീതിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നം നമുക്ക് 100% ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഹെയർ റൂട്ടിൽ നിന്നായിരിക്കണം. മുടിയുടെ ഈ തുടക്കത്തിൽ നിന്ന് വേണം മുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആ രീതിയിൽ വേണം ഹെയർ ഡൈസ് അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പലരുടെയും ഒരു സംശയമാണ്, ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നര കൂടുമോ എന്നുള്ളത്. അത് കാരണം ഡൈ ചെയ്യാത്തവരുണ്ട്. അതായത് ഒരു 50% കൂടുതൽ നരച്ചവർ മാത്രമേ ഈ ഡൈയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അതുവരെയുള്ളവർക്ക് ഹെന്ന പോലുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്ത് പോകാം. കൂടുതൽ നരച്ചവർക്ക് 50ൽ കൂടുതൽ നരച്ചാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ഡൈ തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഡൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡിന്റെ ഡൈ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡൈയില് നോനി, അലോവേര, അതേപോലെ തന്നെ ഒലിവ് ഓയിൽ, ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെയാണ് ചേർന്നിരിക്കുന്നത്. പിന്നെ കളറിങ് ഏജൻസ് കാര്യങ്ങൾ, അമോണിയ ഫ്രീ ആയിട്ടുള്ള ഒരു ഡൈ ആണ്. അപ്പൊ അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നര കൂടുകയില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാം. ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആളോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലായ കാര്യമാണ്. അവർക്ക് ഒരു മുടി പോലും കൂടുതലായിട്ട് നരക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല, കൂടുതലായിട്ട് കൊഴിയുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇത് എന്ത് കളറിലെ ഡൈ ആണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് നോർമൽ ബ്ലാക്ക് കളറിലെ ഡൈ തന്നെയാണ്. ഇതിന് നമുക്ക് കളർ കുറച്ച് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഡൈ ഉപയോഗിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമല്ലോ. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു അല്പം ഷാമ്പു എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട്, കുറച്ച് മതി കേട്ടോ, ചെറിയ അളവിൽ ഷാമ്പു എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ആ രീതിയിലാകുമ്പോൾ നോർമൽ കളർ, നാച്ചുറൽ ബ്ലാക്ക് എന്ന് പറയുന്ന ആ കളറിലേക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എത്ര ദിവസമാണ് ഇതിന്റെ കളർ നിൽക്കുക എന്നുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 30 ദിവസം കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 30 ദിവസത്തോളം ഇത് കളർ നിൽക്കും. ഇപ്പോൾ എനിക്കറിയില്ല മറ്റേതെങ്കിലും ഡൈകൾ അത്രയും സമയം ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഉപയോഗിച്ചവരൊക്കെ വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ.
അപ്പോൾ ഇനി ഈ ഡൈ എങ്ങനെയാണ് പർച്ചേസ് ചെയ്തതെന്ന് പറയാം. ഇത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡൈ എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇനി ഈ ഡൈ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് പല സാഷകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സാഷ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളിത് പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു ഹെന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താലും മതി. ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മുടിയിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഷാമ്പു വാഷ് ചെയ്തിരിക്കുന്ന മുടിയിലേക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ ഹെയർ കളർ മാജിക് ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുള്ള റിസൾട്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ടാറ്റാ.